ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കണ്ണൂക്കാരുടെ സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടുള്ള ചിരട്ടമാല, ചുരമാല, കൈവിഷൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും ആയിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാനും തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കോഴിമുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളത്. അത് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പഞ്ചസാര ഒക്കെ അതിൽ മെൽറ്റ് ആവുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പലഹാരം നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ ഇരിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ 1 കപ്പ് മൈദ കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 4 കോഴിമുട്ടയിലേക്ക് 1 കപ്പ് മൈദ, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു 4 കോഴിമുട്ടയിലേക്ക് 1 കപ്പ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒരു റിബൺ കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെയാണ് നമ്മൾ മാവാക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ജിലേബിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോക്ക് കവറോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഇതേപോലെ തന്നെ ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യുന്ന ആ ടൈമിൽ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ജിലേബിയൊക്കെ ചുറ്റിയെടുത്തതിനെ പോലെ തന്നെ റൗണ്ടിൽ ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കുക കേട്ടോ. ചുറ്റി കൊടുത്ത് ലാസ്റ്റത്തെ ആ ഒരു ഇത് സെൻറ്ററിലോട്ട് അങ്ങ് മടക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് അങ്ങ് വേറിട്ട് പോകും. അപ്പം അങ്ങനെ വേറിട്ട് പോരാതിരിക്കാൻ നമ്മൾ ലാസ്റ്റിൽ ആ പോയിന്റ് ആ സെൻറ്ററിലോട്ട് അങ്ങ് ആക്കി കൊടുത്താൽ മതി. ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അടിഭാഗം ഒന്ന് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതെങ്ങനെ വെച്ചാൽ പുറമെ കുറഞ്ഞൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ സോഫ്റ്റൊക്കെ ആയിട്ടുള്ളൊരു പലഹാരമാണ്. താഴ്ഭാഗം ഏകദേശം ഒന്നങ്ങായി വന്നപ്പോൾ ഞാനിതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഒന്നങ്ങ് ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് മറിച്ചിട്ട് 2 സൈഡും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. എത്രയേ ഉള്ളൂ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങ് കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂക്കാരുടെ സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടുള്ള ചിരട്ടമാല അല്ലെങ്കിൽ ചുരമാല, കൈവിഷൽ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളല്ല ഉണ്ടാക്കിയെടുക്കാനും. ഇത് നമുക്ക് ചായയുടെ ഒക്കെ കൂടെ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.